പാലക്കാട്ടെ പാതിരാ പരിശോധനയിൽ ഇതുവരെയും കേസെടുക്കാതെ പോലീസ്. കള്ളപ്പണം എത്തിച്ചതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന CPIM ആവശ്യത്തിൽ കേസെടുത്തിട്ടില്ലെന്ന് പാലക്കാട് SP R ആനന്ദ് 24നോട് സ്ഥിരീകരിച്ചു. വനിതാ നേതാക്കൾ താമസിക്കുന്ന മുറിയിൽ അനധികൃത പരിശോധന നടത്തിയെന്ന പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ലെന്ന് കോൺഗ്രസും ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ കോൺഗ്രസ് കള്ളപ്പണം എത്തിച്ചെന്ന CPIMന്റെ പരാതിയിൽ പോലീസ് ഇനിയും കേസെടുത്തിട്ടില്ല. തെളിവുകളില്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ലെന്ന് നിയമോപദേശം ലഭിച്ചതായാണ് സൂചന. സംഘർഷത്തിൽ ഹോട്ടൽ നൽകിയ പരാതിക്കൊപ്പം ജില്ലാ സെക്രട്ടറിയുടെ പരാതിയും അന്വേഷിക്കും. നിലവിൽ കേസെടുത്തിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് 24നോട് സ്ഥിരീകരിച്ചു. കേസ് ഒന്നും എടുത്തിട്ടില്ല. അത് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് DSPയുടെ എൻക്വയറി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൽ എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലിൽ അടി നടത്തി അത് സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അത് ടൗൺ സൗത്ത് ഇൻസ്പെക്ടർ അന്വേഷിക്കുന്നുണ്ട്. ഇത് ഈ പരാതി സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് DSP അന്വേഷിക്കുന്നുണ്ട്. വനിതാ നേതാക്കളുടെ മുറിയിൽ പോലീസ് അതിക്രമിച്ചു കയറിയെന്ന് കാണിച്ച് കോൺഗ്രസ് DGPക്ക് നൽകിയ പരാതിയിലും കേസെടുത്തിട്ടില്ല. പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയിൽ പോകുമെന്ന് ബിന്ദു കൃഷ്ണ പ്രതികരിച്ചു. സംസ്ഥാനത്തൊരു DGP ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ആളിന് നിയമബോധ്യം ഉണ്ടാകുമല്ലോ. ഇങ്ങനെ പാതിരാത്രിയിൽ യാതൊരു ലീഗൽ പ്രൊസീഡിങ്സും പാലിക്കാതെ സ്ത്രീകളുടെ മുറി റെയ്ഡ് ചെയ്യാൻ അദ്ദേഹം വിടില്ലായിരുന്നു. തീർച്ചയായും കോടതിയുടെ മുന്നിൽ പോകും. അതിനു മുമ്പ് കേരള പോലീസിൻ്റെ ഒന്ന് വെളിവാകട്ടെ. കേരള പോലീസ് എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ട്രോളി ബാഗ് വിവാദത്തിൽ താൻ NN കൃഷ്ണദാസ് പക്ഷത്തെന്ന് പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ. താൻ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ് NN കൃഷ്ണദാസും പറയുന്നത്. CPIMലെ വിഭാഗീയതയാണ് പെട്ടി വിവാദമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. അതിനകത്ത് വലിയ വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയത എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ല. BJPയെ സഹായിക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാർ ശ്രമിക്കുന്നതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആളുകൾ ചെറുക്കുന്നുണ്ട്. പ്രചാരണത്തിന്റെ 3ാം ഘട്ടത്തിൽ കള്ളപ്പണ വിവാദമാണ് മണ്ഡലത്തിലെ സജീവ ചർച്ച. 24 പാലക്കാട്.